ഹലോ. അപ്പം നമ്മൾ ഇപ്പം വന്നിട്ടുള്ളത് അബഹയിലുള്ള വേറൊരു ഹെറിറ്റേജ് സ്ഥലത്താണ്. അപ്പം ഇത് ആക്ച്വലി മൗണ്ടെയിൻ്റെ മേലെ ഉണ്ടാക്കിയ മണ്ണിലുണ്ടാക്കിയ കുറേ ബിൽഡിങ്സും ലൈക്ക് കുറേ വീടുകളുള്ള ഒരു വില്ലേജിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അസീർ റീജിയനിലുള്ള സാൻ തമ്മിയ എന്ന് പറയുന്ന മലൻ്റെ മേലെയാണ് ഈ വില്ലേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് അൽ യൻഫ ഹെറിറ്റേജ് വില്ലേജ് എന്നാണ്. ഇവിടെ ഈ വില്ലേജ് മൊത്തം മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുണ്ട്, കല്ല് കൊണ്ടുണ്ടാക്കിയ വീടുണ്ട്, കല്ലും മണ്ണും ഉപയോഗിച്ചുണ്ടാക്കിയ വീടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഡോറ് നോക്ക്, ഇതന്നെ എത്ര ചെറുതാണ്. അതുമാത്രമല്ല ഈ ഡോറ് കാണാൻ തന്നെ ഒരു രസമുണ്ട്, ഒരു ഡിഫറെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ. പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ചെയ്ത് വെക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെ അല്ലേ. അതുമാത്രമല്ല ഇതിൻ്റെ സൈസ് നോക്കി, ഇതിലെങ്ങനെ കയറാൻ പറ്റുന്നത്, തലയെല്ലാം പൊട്ടൂല്ലേ. ഇനി പണ്ട് കാലത്തെ മനുഷ്യന്മാർ ചെറുതായിരിക്കും ഉണ്ടായത്, അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനത്തെ ഡോറെല്ലാം. പിന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ മണ്ണ് വെച്ചിട്ടുണ്ട്, പിന്നെ വീണ്ടും കല്ല് വീണ്ടും മണ്ണ്, അങ്ങനെയാണ്. അത് മാത്രമല്ലാതെ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കെട്ടിയിട്ടുള്ളത്. അതും ഓരോ ലെയറും ഇങ്ങനെ അടുപ്പിച്ച് സ്കെയിൽ വെച്ച് അളന്നത് പോലെ ആ ഒരു പാറ്റേൺ കാണുന്നില്ല, ലൈക്ക് ഒരേ ലൈനിൽ ഇങ്ങനെ കല്ല് പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ മേലോളം അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ കല്ലിൻ്റെ മേലെ ഇവിടെ ഒരു മണ്ണിൻ്റെ ലെയർ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ആ കല്ല് പുറത്തേക്ക് വരുന്ന രീതിയിൽ അവർ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പം ഈ ഒരു ഇത് മണ്ണിലല്ലേ കെട്ടിയിട്ടുള്ളത്, അത് ഒലിച്ചു പോവില്ലേ. ആ മണ്ണ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് മഴ വരുമ്പം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ കല്ലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ അവർ വീടുകൾ ഇങ്ങനെ നിർമ്മിച്ചത്. ഭയങ്കര ഒരു എന്താ പറയുക, ഇന്നോവേറ്റീവ് ഐഡിയ അല്ലേ, ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് എന്നുള്ള പറയും. അപ്പോൾ ഇവരുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ ഒരു വേറെ ഒരു ഭംഗിയുണ്ടല്ലേ. ഇതുവരെ ഇവിടെ കാണാത്തൊരു തരാണ്, ലൈക്ക് ഇങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തത് നമ്മൾ കാണുന്നത്. ഈ വില്ലേജ് മൊത്തം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ കാണുന്ന പോലുള്ള ഇതാ ഇങ്ങനെ കല്ലിട്ട ഈ ഒരു നടക്കാനുള്ള ഏരിയയും പിന്നെ ഇതുപോലുള്ള വീടുകളുമാണ് ഈ വില്ലേജ് മൊത്തം ഉള്ളത്. അപ്പം ഇവിടെ എല്ലാ വീടിൻ്റെ ഡോറും ഉണ്ടല്ലോ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അതിനകത്ത് കയറാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. എന്താണെന്നറിയോ, അതിനകത്തൊക്കെ ടണൽസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടണൽ. ഓക്കെ, അതായത് ഈ വില്ലേജിലെ എല്ലാ വീടിനെയും കണക്ട് ചെയ്യുന്ന മാതിരി, എല്ലാ വീടിൽ നിന്നും അവിടത്തേക്ക് പോകുന്ന മാതിരിയുള്ള ഒരു ടണൽ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതെങ്ങനെ ആയിരിക്കും അല്ലേ, ലൈക്ക് എല്ലാ വീടിൽ നിന്നും ആ ടണലിലേക്ക് പോകാൻ പറ്റും. എന്നിട്ട് അതൊരു മെയ്സ് പോലുള്ള ഒരു ടണൽ, അതെങ്ങനെയായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, എന്തിനായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ചിലപ്പോൾ പണ്ട് കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അതൊരു ഭയങ്കര അതെങ്ങനെയായിരിക്കും ആലോചിച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓരോ വീട്ടിൽ നിന്നും അതിൻ്റെ വാതിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതമല്ലേ. അത് മാത്രമല്ല, ആ ടണലിൻ്റെ റൂഫിംഗ് ഉണ്ടല്ലോ, അത് ചെയ്തു വെച്ചിരിക്കുന്ന തന്നെ അവർ മണ്ണും ഈ വുഡൻ സ്ലാബ്സും മരത്തിൻ്റെ കഷ്ണങ്ങളും വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ടണലിൽ ഇരുട്ടായിരിക്കുമല്ലോ, അപ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്കിങ്ങനെ ഇലക്ട്രിസിറ്റി അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അവിടെ ഫുള്ള് കെറസിൻ ലാമ്പ്സ് എല്ലാത്തും, മണ്ണെണ്ണ വിളക്ക് എല്ലായിടത്തും ഫുള്ള് ഉണ്ട് എന്നാണ് പറയുന്നത് ആ ടണലിൽ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ വില്ലേജ് മൊത്തം നമുക്ക് നടന്നിട്ടായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റിയത് അറിയോ, ഫുൾ കാക്ടസ് മരങ്ങളുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ, വലിയ വലിയ കാക്ടസ് മരങ്ങൾ. അപ്പോൾ ഇതിൻ്റെയും ഇപ്പം ഇവിടെ ടൂറിസ്റ്റ് വരുന്ന സമയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെപ്പിയ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു അവർ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമ്മർ മന്ത്സ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇവിടെ ടൂറിസ്റ്റ് എല്ലാം വരുന്നത്. അപ്പം നമ്മൾ യൻഫ വില്ലേജൊക്കെ ചുറ്റിക്കണ്ട് കറങ്ങിക്കഴിഞ്ഞു. ഇനി അബഹാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇനി അതുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ.